ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല അനുഭവമായിരുന്നു. ആണല്ലയോ? അപ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റി, ആ ഒരു എനർജി നമുക്ക് ഇവിടെ വന്ന് അനുഭവിച്ചറിയാനൊക്കും. ഇവിടെ വന്ന് ഒരു 5 നിമിഷം ഇരിക്കണം. മനസ്സിന് നല്ലൊരു കുളിർമയുണ്ട്. വന്നാൽ ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല. കുറച്ച് പേരുണ്ട് മഴയായിട്ട് പോലും പേരെന്ത് വരുന്നത്? നമ്മുടെ ജാതകവശാലുള്ള ദോഷത്തിനാകട്ടെ, ശനിദോഷമാകട്ടെ, വീട്ടിലെ ദോഷമാകട്ടെ, എന്ത് ദോഷത്തിനാണെങ്കിലും. നമസ്കാരം. 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 നമ്മളിപ്പോ ബുധനൂര് വേതാളംകുന്ന് ക്ഷേത്രത്തിലാണ്. ഇവിടെ വന്നതിന്റെ പ്രത്യേകത നമുക്ക് തന്നെ ഇവിടെ പൂജ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് നോക്കി എന്ത് ഭംഗിയാ നോക്കി, കാഴ്ചകളൊക്കെ ഇതിലും മനോഹരമാണ്. അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ഈ പ്രകൃതി നോക്കി പറഞ്ഞേ, അതുപോലെ ഈ പാലം നോക്കിയേ, എത്ര ദൂരം നോക്കി, എന്ത് സൂപ്പറാന്നറിയാം. നമുക്ക് ആ കാഴ്ചകൾ കാണാം. ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു കാര്യം പറയാം. എന്ന് പറഞ്ഞാൽ പവിത്രമായ കുംഭത്തിൽ മന്ത്രപൂരിതമായി പുണ്യാഹജലം നിറച്ചതാണ്. വെറും ജലമല്ല, ഇത് മന്ത്രങ്ങൾ കൊണ്ട് പൂജിച്ച പുണ്യാഹ ജലമാണ്. അപ്പം ഈ ജലം നമ്മൾ ഭഗവാനെ ആദ്യം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക. എന്താണ് നമ്മുടെ കാര്യസാധ്യം? രോഗദുരിതമാണോ, മംഗല്യമാണോ, വിദ്യാഭ്യാസമാണോ, ജോലിയാണോ, എന്ത് തന്നെയായാലും ഭഗവാനെ നമ്മളിത് കയ്യിൽ വെച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം അഷ്ടോത്തര ശിലയാണ്, 108 മഹാദേവൻ്റെ നാമങ്ങളടങ്ങിയ ആ ശിലയായിട്ടാണ് ഇവിടെ സ്ഥാപിച്ചേക്കുന്നത്. ഇനി അത് നമുക്കറിയത്തില്ലെങ്കിൽ ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഓരോ ശിലയിലും സാവധാനം മനസ്സും ശരീരവും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഓരോ ശിലയിലും ഓം നമഃശിവായ എന്നുള്ള മന്ത്രം ജപിച്ച് 108 തവണ, നമ്മളൊരു പ്രദക്ഷിണം പൂർത്തിയാക്കുമ്പോൾ 108 തവണ ഓം നമഃശിവായ ജപിച്ചിട്ട് വേണം ഈ പുണ്യാഹജലം ഭഗവാനിൽ നമ്മൾ സ്വയം സമർപ്പിക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുപരമായിട്ടുള്ള ഒരു കണക്കും കൂടെ വെച്ചാണ് ഈ 108 ശില ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പൂജ. അതെയാണ്. ഇത് 108 ശിലയെ കൂടെ നമ്മൾ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ അഭിഷേക ജലം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാം. സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞ അർദ്ധനാരീശ്വരനാണ്. ഭഗവാനിൽ സ്ത്രീയും ഉണ്ട്, പുരുഷനും ഉണ്ട്. ആ സ്ത്രീ പുരുഷ ഭേദമന്യേ ഭഗവാന് പൂജ ചെയ്യാവുന്നതാണ്. പേരെന്ത് വരുന്നത്? മീനു. സ്ഥലം? ചെറിയനാട്. എങ്ങനെയുണ്ട്? വളരെ നല്ല അനുഭവം, നല്ലൊരു പോസിറ്റിവിറ്റി, ആ ഒരു എനർജി നമുക്ക് ഇവിടെ വന്ന് അനുഭവിച്ചറിയാനൊക്കും. ഇവിടെ വന്ന് ഒരു 5 നിമിഷം ഇരിക്കണം. വരാൻ പറ്റുന്നവരെല്ലാം വന്ന് ഇവിടെ വന്ന് തൊഴണം. ദൈവാനുഗ്രഹമുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് സ്വന്തമായിട്ട് പൂജ ചെയ്യാം. അതെ, സ്വന്തമായിട്ട് അതൊരു വലിയ പ്രത്യേകതയാണ്. നമുക്ക് ഇവിടെ എല്ലായിടത്തും പോയാൽ ആ ഭാഗ്യം കിട്ടത്തില്ല. ഇവിടെ വന്നാൽ നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടും. അച്ഛാ, എങ്ങനെയുണ്ട് നമ്മുടെ ക്ഷേത്രം? ക്ഷേത്രം അടിപൊളിയല്ലയോ? പുരാതന കാലത്ത് നശിച്ചിടുന്ന ക്ഷേത്രം പരിശുദ്ധിയാക്കി ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തിയേക്കുന്നത്. ആ പുനരുദ്ധാരണം കുടുംബപരമായ ദോഷങ്ങളോ ദുരിതങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കുന്ന ആളെ പുനലൂർ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വന്നാൽ ചന്ദ്രനെ കണ്ട് സംസാരിച്ചാൽ എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ട്. പേര്? നിഷ. എങ്ങനെയുണ്ട് ക്ഷേത്രം? ക്ഷേത്രം വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ശക്തിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഏറ്റവും നല്ല ഇവിടുത്തെ പ്രകൃതി ഭംഗി കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ക്ഷേത്രമാണ്. നമുക്ക് വന്നാൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറുന്ന രീതിയിലുള്ള ശാന്തതയും സമാധാനവും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടെ വന്ന ഒരാളെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേര്? വിനീത. എങ്ങനെയുണ്ട് നമ്മുടെ ക്ഷേത്രം? ക്ഷേത്രം അടിപൊളിയാണ്. വന്നതിന് ജലധാരയൊക്കെ കഴിച്ച് നല്ല ഇതാണ്. നമുക്ക് തന്നെ നേരിട്ട് അനുഭവം ഭഗവാനെ പൂജിക്കാം അല്ലയോ? നമ്മുടെ കാര്യങ്ങളെല്ലാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രകൃതി? ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ. ശരിക്കും ഇവിടെ വന്നാൽ തിരിച്ചു പോകണമെന്ന് തോന്നുന്നില്ല. ഇല്ല. ഇവിടുത്തെ പ്രകൃതി ഒരു രക്ഷയില്ല. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര ചൂട് സമയത്ത് ഇവിടെ വരാം. അതുപോലെ മഴ സമയം ആസ്വദിക്കാൻ ഏറ്റവും നല്ലൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളാണ്. അപ്പോൾ അവിടെ ഇരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ്. എങ്ങനെയുണ്ട് ക്ഷേത്രം? നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയം പൂജിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മനസ്സിലെ ഏറ്റവും ഒരു ശാന്തിയും സമാധാനവും നമുക്കൊരു സംതൃപ്തിയും തരുന്നൊരു കാര്യമാണ്. നമുക്ക് സ്വയം പൂജിക്കാൻ കഴിയുന്നു എന്നുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ പ്രകൃതി സ്വയമേ ഒരുങ്ങിയിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. പ്രത്യേകിച്ചും നല്ലൊരു അന്തരീക്ഷമാണ്. കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് കാണിക്കാൻ പറ്റുന്ന നല്ലൊരു കാലാവസ്ഥ. പാലം തന്നെ ഒരു രക്ഷയില്ല. എന്ത് രസം അവിടെ നിന്ന് നടന്നിങ്ങനെ വരാനും കാണാൻ തന്നെ നല്ലൊരു വ്യൂ ആണ്. ഭയങ്കര ഭംഗി. ഒരാളെ പരിചയപ്പെടാം. പേര്? ഗോപിക. സ്ഥലം? ഇവിടെ മാന്നാർ. എങ്ങനെയുണ്ട്? നല്ല അനുഭവമായിരുന്നു. ആണല്ലയോ? പേരെന്താ? വിദ്യ. എങ്ങനെയുണ്ട് അനുഭവം? അല്ലയോ? മരങ്ങളൊക്കെ നല്ലതാണ്. അമ്മ പേരെന്തായിരുന്നു? സീമ. എങ്ങനെയുണ്ട് അമ്മേ? നല്ലൊരു അനുഭവം. മനസ്സിന് നല്ലൊരു കുളിർമയുണ്ട്. വന്നാൽ ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല. മനസ്സിനൊരു സന്തോഷമൊക്കെയാണ്. നമുക്ക് സ്വന്തമായിട്ട് തന്നെ പൂജ ചെയ്യാൻ പറ്റും അല്ലേ? പറ്റുന്ന സ്ഥലമാണ്. നമ്മുടെയൊക്കെ ശരിക്കും നക്ഷത്രം അനുസരിച്ചുള്ള വൃക്ഷങ്ങൾ ഇവിടെ ഉണ്ട്. അത് കൃത്യമായിട്ട് എല്ലാ നക്ഷത്ര വനം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാത് നക്ഷത്രം ഏതാണോ അവർക്ക് ഇവിടെ വന്ന് ആ മരത്തിൻ്റെ അടുത്ത് അവർക്ക് പ്രാർത്ഥിക്കാം, അവർക്ക് ആ മരത്തിനെ പരിചയപ്പെടാം, വെള്ളം ഒഴിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ ആ രീതിയിലാണ് ഈ ക്ഷേത്രം ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ വൃത്തി
എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കുറച്ച് പേരുണ്ട് മഴയായിട്ട് പോലും. പേരെന്ത് വരുന്നത്? മനോജ്. എങ്ങനെയുണ്ട് പ്രകൃതി ഇവിടെ? ഇപ്പം നല്ല ഭംഗിയാണ്. ആണ്. വന്ന ആദ്യമായിട്ട് വരികയാണ്. ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. പ്രകൃതി രമണീയമായ സ്ഥലവും. തീർച്ചയായിട്ടും എല്ലാവരും ഒരു വട്ടമെങ്കിലും വരണം. അല്ലേ? ഒരു വട്ടമെങ്കിലും വന്ന് ഇത് ഫീൽ ചെയ്യേണ്ട കാര്യം തന്നെ. തന്നെ നമുക്ക് നല്ല കാലാവസ്ഥ, ഇതുപോലൊരു ക്ഷേത്രം ഈ പരിസരത്തൊക്കെ നമുക്ക് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് സ്വയമായിട്ട് പൂജ ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാകുന്നൊരു ക്ഷേത്രം ഈ ഏരിയയിലൊക്കെ നമുക്ക് അടുത്ത് ഇല്ല. നല്ലൊരു അനുഭവമാണ്. മഴയായാലും എല്ലാവർക്കും എല്ലാവരും വന്ന് ഇതേപോലെ തന്നെ. എത്ര മഴയാണെങ്കിലും ഇവിടെ ശരിക്കും ആളാ ഇവിടെ. കാരണം അതിനോടുള്ള ഇഷ്ടം കൊണ്ട് വരിക. നമുക്ക് ഇവിടെ എന്തൊക്കെയാ വഴിപാടുകൾ? ഇവിടുത്തെ പ്രധാന വഴിപാടാണ് സന്തോഷേട്ടൻ ചെയ്ത ഈ പൂർണ്ണകുംഭ ജലധാര. അതാണ് എല്ലാ ഭക്തജനങ്ങളും ഏറ്റവും കൂടുതൽ വന്ന് ചെയ്യുന്നതും ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണ ഫലം കിട്ടുന്നതുമായിട്ടുള്ളൊരു വഴിപാട് ഈ പൂർണ്ണകുംഭ ജലധാരയാണ്. ഏത് ദോഷത്തിനും പൂർണ്ണകുംഭ ജലധാര നടത്താം. നമ്മുടെ ജാതകവശാലുള്ള ദോഷത്തിനാകട്ടെ, ശനിദോഷമാകട്ടെ, വീട്ടിലെ ദോഷമാകട്ടെ, എന്ത് ദോഷത്തിനാണെങ്കിലും അത് ഒരു ആരുടെയും ഒരു ഉപദേശം കൂടാതെ വന്ന് നടത്താവുന്ന ഒരു വഴിപാടാണ് ഈ പൂർണ്ണകുംഭ ജലധാര. പിന്നെ നിറപറ സമർപ്പണം, നിലവിളക്ക് സമർപ്പണം, നെയ്വിളക്ക് സമർപ്പണം മഹാദേവന്. പിന്നെ ഭദ്രകാളി ദേവിക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഗുരുതിയുണ്ട്, പുറംകളത്തിൽ ഗുരുതിയുണ്ട്. ശത്രുദോഷം കൊണ്ടുണ്ടാകുന്ന തടസ്സങ്ങൾ, വിവാഹ തടസ്സം, ഉദ്യോഗ തടസ്സം, അതൊക്കെ മാറ്റാനായിട്ട് ഏറ്റവും നല്ലതാണ് വലിയ ഗുരുതി നടത്തുന്നത്. അതെല്ലാ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവിടെ നടത്തി വരുന്ന വഴിപാടാണ്. പിന്നെ അൻപൊലി സമർപ്പണം, അത് ഏറ്റവും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് ചെയ്യാവുന്ന ഒരു വഴിപാടാണ് അൻപൊലി സമർപ്പണം. ഈ ദേശത്തുള്ള പ്രാദേശികമായിട്ട് എല്ലാ ജനങ്ങളും നടത്തുന്ന ഒരു വഴിപാടും കൂടാണ് ഈ അൻപൊലി സമർപ്പണം. താമ്പൂല സമർപ്പണം അതും പ്രധാനമായിട്ട് നടത്തുന്നത് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് എടുക്കുന്നതാണ്. ഈ താമ്പൂല സമർപ്പണം എന്ന് പറയുമ്പം ഈ താമ്പൂലത്തിനൊരു നാണയം, വെള്ളി നാണയമുണ്ട്. ആ നാണയം ആ ഭക്തജനങ്ങൾക്ക് പൂജിച്ചു കൊടുക്കും. അതൊരു 21 ദിവസം അവരുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യം സാധിക്കും. ഭഗവാൻ അത് ആഗ്രഹം അവർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ഭഗവാൻ അത് സാധിച്ചു കൊടുക്കും. 21 ദിവസം കഴിയുമ്പോൾ ആ നാണയം കൊണ്ടുവന്ന് തിരിച്ച് ആ കാണിക്കവഞ്ചിയിൽ സമർപ്പിച്ച് ഇവിടെ അന്നദാനത്തിന് അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള സംഭാവനകൾ കൊടുത്ത് അന്നദാനം നടത്താവുന്നതാണ്. നമസ്കാരം. പേര്? വിപിൻ. ശരിക്കും എങ്ങനെയാണ് ഇവിടെ വരേണ്ടത്? മാന്നാർ ചെങ്ങന്നൂർ റോഡിൽ ബുധനൂർ വേതാളംകുന്ന് ബസ് സ്റ്റോപ്പ്. പിന്നെ ഗൂഗിൾ മാപ്പിലാക്കിയ ലൊക്കേഷൻ ഉണ്ട്.